വൈകുന്നേരം ഇപ്പോൾ ചുമ്മാ ഞങ്ങൾ ഗാർഡനിലോട്ട് ഇറങ്ങിയപ്പം കുറേയേറെ കുക്കുമ്പർ ഉണ്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞതെല്ലാം പറിച്ചു തരാമെന്ന്. അപ്പോൾ ദേ പറിച്ച് തുടങ്ങിയപ്പോൾ ഇത്രയും ഉണ്ടാവും ഒരിക്കലും ഓർത്തില്ല. ഒരു കുക്കുമ്പർ സാലഡ് കുക്കുമ്പറാണിത്. ഇതിൻ്റെ വെറൈറ്റിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഒരു ഗാർഡൻ സെൻ്ററിൽ ഞാൻ തൈ ആയിട്ട് വാങ്ങിച്ചതാണ്. ഒരു കുക്കുമ്പറിനാണ് ഇത്രയും കിട്ടിയത്. ചിലതൊക്കെ അതിൻ്റെ വലുതായി കുറച്ച് അതിൻ്റെ അതായത് സാലഡായിട്ട് കഴിക്കേണ്ട പ്രായം കഴിഞ്ഞ്. ഇതിന് നമ്മുടെ കൈവിരൽ ഒരു കൈപ്പത്തിയുടെ വലിപ്പമേ ഉള്ളൂ. ഒരെണ്ണം ഒരാൾക്ക് കറക്റ്റാണ്. പിന്നെ നോക്കിയപ്പോൾ കുറേ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പച്ചമുളകും എല്ലാം പറിച്ചു. ഈ പച്ചമുളകിൻ്റെ ഇത് പറഞ്ഞ പോലെ വെറൈറ്റി ഒന്നും അറിയത്തില്ല. എരിവ് കുറഞ്ഞ പച്ചമുളകായത്. ആ കൂട്ടത്തിൽ എനിക്ക് ഒരെണ്ണം കാണാമെന്ന് അറിയത്തില്ല. സ്കോച്ച് ബോണറ്റും അതായത് കണ്ണമ്പൊട്ടി മുളക് എന്നൊക്കെ പറയുന്ന പോലെ അത് റെഡി ആയിക്കൊണ്ട് അതും കിട്ടി. പിന്നെ ഞാൻ ചുമ്മാ ഗാർഡനിലൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാ സാധനങ്ങളും എവിടെ വരെയൊക്കെ ആയി എന്ന് ചുമ്മാ ഒന്നുകൂടെ നോക്കി. എനിക്കിഷ്ടമായി ഇന്ന് രാവിലെയും വൈകുന്നേരം എല്ലാം വന്ന് ഇങ്ങനെ നോക്കുന്നത്. അത് റെഡിയായോ ഇത് റെഡിയായോ. മത്തങ്ങയൊക്കെ ഇത്രയും വലിപ്പമായി. എനിക്ക് ഓണത്തിന് ഈ മത്തങ്ങ വിളവെടുക്കാൻ പറ്റുമായിരിക്കും. പേരക്കയുടെ വലിപ്പം ഉണ്ടായിരുന്ന മത്തങ്ങ അത് ഇത്രയായി. പിന്നെ വേറൊരു മത്തങ്ങ ഉണ്ടായി. ഞാൻ ഇവിടെ വെച്ചിട്ട് കമത്തിയിട്ട് അതിൻ്റെ മേളിൽ വെച്ച്. അല്ലെ കുറുക്കം വന്ന് മാന്തും താഴെ കിടന്ന്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ബീൻസ് ഉണ്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പർപ്പിൾ കളറിലെ ബീൻസും ഗ്രീൻ പച്ച കളറിലെ ഫ്രഞ്ച് ബീൻസും എല്ലാം കൂടെ ഞാൻ പറിച്ചെടുക്കണം. കാരണം നേരത്തെ പറിച്ചെടുത്തില്ലേ, കൂടുതൽ പറിച്ചെടുത്താൽ അതനുസരിച്ച് നമുക്ക് വിളവ് കിട്ടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടിയെ കിടന്നെങ്കിൽ പെട്ടെന്ന് മൂത്ത് പോകും. അപ്പോൾ ഞാൻ അത് നോക്കി പറിച്ചെടുക്കുക. പർപ്പിൾ കളറിലെ ബീൻസ് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും ഉണ്ടായി കിടക്കുന്നത്. പക്ഷേ ഗ്രീൻ ബീൻസ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഒന്ന് രണ്ടെണ്ണം എനിക്ക് അതിനകത്ത് കിടന്ന് അതിൻ്റെ സമയം കഴിഞ്ഞാൽ അത് മൂത്ത് പോയിരുന്നു. പിന്നെ ഞാൻ അത് പറിച്ചെടുത്ത് അതെന്ന് കഴിഞ്ഞാൽ എനിക്ക് വിത്തിന് ഉപയോഗിക്കാമല്ലോ. വിത്തിനോ അല്ലെങ്കിൽ വിത്തല്ല സോറി, അതിൻ്റെ അകത്തെ അത് കളഞ്ഞിട്ട് അതിൻ്റെ മണി എടുക്കാമല്ലോ. എൻ്റെ ഡബിൾ കോസ്മോസ് ആണ്. നല്ല ഭംഗിയാണ്. ഇഷ്ടം പോലെ തേനീച്ച വരും. ഈ കോസ്മോസ് ഉണ്ടായിരിക്കുന്നതാണ്. എൻ്റെ ഡാലിയ കണ്ടോ, ഡാലിയയിലെല്ലാം പൂവുണ്ടായി. നല്ല രസം കാണാൻ. റണ്ണർ ബീൻസിൻ്റെ പൂവാണ് കണ്ടത് കേട്ടോ. റണ്ണർ ബീൻസ് അല്ലേ, വാളവരപ്പയർ. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും വീണ്ടും അടുത്തൊരു നല്ല വാഴയില ഉണ്ടായിരിക്കുന്നുണ്ട്. പെട്ടെന്ന് എനിക്ക് ഐഡിയ തോന്നി കുമ്പളപ്പം ഉണ്ടാക്കാൻ. അങ്ങനെ വാഴയില വെട്ടി ചീര എല്ലായിടത്തും ചീര. ഇതെൻ്റെ റോസസ് ആണ്. പല കളറിലെ റോസസ് ഉണ്ട്. എനിക്കിഷ്ടം റോസസ്. ഈ തക്കാളി ഉണ്ടല്ലോ, ഇത് തന്നെ ഉണ്ടായി വന്നതാണ്. കഴിഞ്ഞ കൊല്ലം ഇവിടെ തക്കാളി ചെടി ഉണ്ടായിരുന്നു. അതിന് തക്കാളി വീണ് ആയിട്ട് വന്നത്. കുറേ തൈകളുണ്ടായിരുന്നു. ഞാൻ കുറച്ചെല്ലാം പറിച്ച് മാറ്റി കളയുക ചെയ്ത്. അപ്പോൾ കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ്. വീട്ടിൽ നിന്ന് ചക്ക വരട്ടിയതുണ്ട് കൊണ്ടുവന്നായിരുന്നു. ചക്ക ഇട്ടുള്ള കുമ്പളപ്പ. അരിപ്പൊടി വീട്ടിലെ ഞങ്ങളുടെ നെൽപ്പാടത്തുണ്ടായ അരി കുത്തി ഉണ്ടാക്കിയ അരിപ്പൊടിയാണത്. അങ്ങനെ വാഴയില കീറിയെടുത്ത് കഴുകിയെടുത്ത് ചക്ക വരട്ടിയതൊന്ന് അടുപ്പിൽ വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ മാറ്റി അരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് സാധാ കുമ്പളപ്പം. ഈസ്റ്റൊന്നും ഇടാത്ത അപ്പാണ്. പല സ്ഥലത്തും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈസ്റ്റ് ഇട്ടിട്ട് പൊങ്ങാനൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും പിള്ളേർക്ക് ഈസ്റ്റ് ഇട്ട് ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ഞാൻ ചുമ്മാ ഉണ്ടാക്കും. വൈകുന്നേരം 5:30 ആയി. നല്ല സണ്ണി ഡേ ആണിന്ന്. ഒത്തിരി ചൂടില്ല തണുപ്പില്ലാത്ത നല്ലൊരു കാലാവസ്ഥ. അപ്പം ഞങ്ങൾ പറഞ്ഞു ചായയും കുമ്പളപ്പം ഉണ്ടാക്കി കഴിക്കാം എന്ന് പറഞ്ഞ് അതുണ്ടാക്കുവാണ്. ശർക്കര ഞാനിട്ടില്ല. ചക്ക വരട്ടിയതിനകത്തുള്ള ശർക്കര തന്നെ ഇട്ടേ. കാരണം ഒത്തിരി മധുരവും ആർക്കും ഇഷ്ടമല്ല. അത് കാരണം ഓരോ കുമ്പളപ്പം ഉണ്ടാക്കി. അപ്പോൾ ചെമ്പിൽ വെള്ളം എടുത്ത് വെച്ച് അത് ആവി കയറ്റാനായിട്ട് വെച്ച് എന്നിട്ട് പിന്നെ പറിച്ചുകൊണ്ട് വന്ന് കുക്കുമ്പറെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത്. വിഷമൊന്നും അടിക്കാത്തതാണ്. എന്നാലും മണ്ണിലും പൊടിയൊക്കെ ഉണ്ടെന്ന് ഓർത്ത് അതെല്ലാം കഴുകി എടുത്ത് വെച്ചിട്ട് കണ്ടോ. ഇത് ജിമിക്ക് കമ്മലിലെ മുളകാണോ എന്ന് അറിയത്തില്ല. അതോ കണ്ണമ്പൊട്ടി മുളകാണോ എന്ന് അറിയത്തില്ല. ഇവിടെ ഇതിന് സ്കോച്ച് ബോണറ്റ് എന്ന് പറയും. ഭയങ്കര എരിവുള്ള പച്ചമുളക്. ഒരെണ്ണം ഇട്ടാൽ മതി ഒരു കറിയിൽ.